മൈൻഡ് ആൻഡ് വെൽത്ത്. സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ കെട്ടിടവും ഒരാളുടെ മൈൻഡിൽ നിന്നും വന്നതാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചിന്തിച്ച് അതിൽ തന്നെ ഫോക്കസ് കൊടുത്ത് ഫൈനലി ഓരോ കെട്ടിടങ്ങളും ഉണ്ടായി. പണം ഉണ്ടാക്കാൻ ഓരോ വ്യക്തികൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മൈൻഡിലുള്ള ചില നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മൾ എടുത്തു മാറ്റിയാൽ മാത്രമേ അത് നമ്മുടെ കൈകളിലേക്ക് വരികയുള്ളൂ, അതിനുള്ള വഴി തെളിയുകയുള്ളൂ എന്നർത്ഥം. ചില ആളുകളിൽ പണം സമ്പാദിക്കാൻ കഴിയാത്തത് അവരുടെ നെഗറ്റീവ് ബിലീഫ്സ് കൊണ്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സിൻ ടു ഏൺ. പണം ഒത്തിരി ഏൺ ചെയ്യാൻ പാടില്ല എന്നാണ് ചില ആളുകൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പണം ഉണ്ടെങ്കിൽ നല്ലതൊന്നുമല്ല, സ്വഭാവത്തിൽ വ്യത്യാസം വരും, പണത്തിനെ സ്നേഹിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ടാവും. ഇത് ഒരു തടസ്സമാണ്. രണ്ട്, ഐ കാൺ ബി റിച്ച്. എനിക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല, അത് എനിക്ക് പറഞ്ഞ കാര്യമല്ല, എനിക്ക് ഒന്നും നേടാൻ സാധിക്കില്ല, ഞാൻ വിചാരിക്കുന്ന അത്ര മണി ഏൺ ചെയ്യാൻ കഴിയില്ല. ഇതൊന്ന്. റിച്ച് പീപ്പിൾ ആർ ലെസ് വിർഷ്യസ്. നാലാമത്തത്, മണി കാൺ ബൈ ഹാപ്പിനെസ്. പണത്തിനൊരിക്കലും സന്തോഷം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സന്തോഷം ഉണ്ടാവണമെങ്കിൽ, സമാധാനം ഉണ്ടാവണമെങ്കിൽ പണം ഇല്ലാതിരിക്കുന്നത് നല്ലത്. പണം ഉണ്ടെങ്കിൽ, ഒരുപാട് പണം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, സമാധാനം പോകും, അങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ട്. ഇതൊക്കെയാണ് നെഗറ്റീവ് ബിലീഫ് ഓൺ മണി. ആദ്യം ഇതെടുത്ത് മനസ്സിൽ നിന്ന് കളയുക. ഇങ്ങനെയൊന്നുമല്ല, പണം നമുക്ക് കൂടിയേ തരും. പണത്തിന് പണം നമുക്ക് വേണം. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം കൂടിയേ തീരും. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിലും പണം കൊടുത്താലേ ഡോക്ടർ നോക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ആവശ്യത്തിനെല്ലാം പണം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം നമ്മൾ പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. റിച്ച് പീപ്പിൾ ആർ ലെസ് വിർഷ്യസ്. അതായത് സദ്ഗുണമുള്ള ആളുകളല്ല പണക്കാർ. അവർക്ക് മൈൻഡിൽ ഫുള്ള് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളൂ. അവർക്ക് സ്നേഹം ഉണ്ടാവില്ല. പണം സന്തോഷം തരുന്നതല്ല. പിന്നെ അതുപോലെ എനിക്ക് സമ്പന്നനാകാനൊന്നും എനിക്ക് സാധിക്കില്ല, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ നമ്മൾ തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് റിച്ചാകാൻ സാധിക്കില്ല. അതായത് പണം ഉണ്ടാക്കണം എന്നാണ് വേദഗ്രന്ഥങ്ങൾ പോലും പറയുന്നത്. വിൻ വിൻ ആയിരിക്കണം. എന്താണ് വിൻ വിൻ? ഈ വിൻ വിൻ ആണ് ഗുഡ് മണി. അതായത് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നിങ്ങളുടെ നിന്ന് ഫീ വാങ്ങിയിട്ടാണ് നിങ്ങളെ ഈ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ യൂസ്, ആ പണത്തിൻ്റെ യൂസ് എനിക്കും ഉണ്ടാകും. അതുപോലെ ക്ലാസ്സിലൂടെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. അതാണ് വിൻ വിൻ മണി. കാരണം നിങ്ങളും വിൻ ചെയ്യുന്നു, ഞാനും വിൻ ചെയ്യുന്നു. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഈ നിങ്ങൾ തന്ന എമൗണ്ടിനേക്കാൾ ഇരട്ടിയാവണം. ഓക്കെ, അത് നിങ്ങൾ ആർജിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് അത് വിൻ വിൻ. അതാണ് ഗുഡ് മണി. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കച്ചവടം ചെയ്യുന്നവനും വാങ്ങുന്നവനും ഗുണം വേണം. അതാണ് ഗുഡ് മണി. ഒരാൾക്ക് നഷ്ടം വന്നു, മറ്റേ ആൾക്ക് ലാഭവുമാണെങ്കിൽ അത് ബാഡ് മണിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് മണി ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ക്ലിയറായി? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ വേദങ്ങളിൽ പറയുന്നതാണത്. പണം ഉണ്ടാക്കാൻ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഓക്കെ, ഇസ്ലാം പറയുന്നുണ്ട് നല്ലവന് നല്ല പണം, അതായത് വിൻ വിൻ മണി. നല്ല പണം, അതുപോലെ നന്മയും. നല്ല ഹൃദയമുള്ളവന് നല്ല പണം വരുന്നത് നന്മയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൽത്ത് എങ്ങനെ ഉപയോഗിച്ചു, നീ നിൻ്റെ അറിവ് എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ പണം സമ്പാദിച്ചു, ഇതെല്ലാം ഇസ്ലാം മതത്തിൽ പറയുന്നതാണ്. ഇതിൽ ഓരോന്നും നന്നായിട്ട് വിനിയോഗിച്ചെങ്കിൽ മാത്രമാണ് സ്വർഗത്തിൽ കയറ്റുള്ളൂ. നന്മയാണ് വേണ്ടത്. അതായത് ഗുഡ് മണിയിലൂടെ നമുക്ക് കോടീശ്വരനായിത്തീരാം. ബാഡ് മണി ആണെങ്കിൽ അതിനനുസരിച്ച് ദോഷം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പണം ഉണ്ടാക്കുമ്പോൾ സമ്പന്നനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഗുഡ് മണിയാണ് നമുക്ക് നന്മ തരുന്നത് എന്നർത്ഥം. ബൈബിൾ പറയുന്നത് അറിവ് ആർജിക്കാത്ത കുറ്റത്തിൻ്റെ ശിക്ഷയാണ് ദാരിദ്ര്യമെന്ന്. ഓക്കെ, നോളേജിലൂടെ ഒരുപാട് ഐഡിയ നമുക്ക് കിട്ടും. ആ ഐഡിയയിൽ നിന്നും പണം സമ്പാദിക്കാം. ഓക്കെ,
സ്വർഗത്തിൽ എങ്ങനെ എത്താം? എളുപ്പത്തിൽ നന്മ ചെയ്യണം. ഒരുപാട് പണം ഉണ്ടാക്കി ലോകത്തെ സഹായിച്ച് നന്മ ചെയ്യണം. എന്നാൽ സ്വർഗത്തിലെത്താം. എത്ര തിന്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരിക്കലും ഇല്ലാതാവും. എങ്ങനെ അറിയാം? അതായത് ഒരുപാട് തിന്മ ചെയ്തൊരു വ്യക്തി, അപ്പം അയാളുടെ കയ്യിൽ ഒരുപാട് പണം ആ രീതിയിൽ വന്നു ചേർന്നു എന്ന് വിചാരിക്കാം. അപ്പം ഈ പണം ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്യണം? ഒരുപാട് നന്മ ഉള്ള പ്രവൃത്തികൾ ചെയ്യുക. അതായത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ വൃദ്ധസദനം ഉണ്ടാക്കി കൊടുക്കുക, ആഹാരവും വെള്ളവും വസ്ത്രമൊന്നും കിട്ടാത്തവർക്ക് അത് ലഭ്യമാക്കി കൊടുക്കുക, അസുഖമുള്ളവർക്ക് നല്ല ഹോസ്പിറ്റൽ പണിത് കൊടുക്കുക, ഫ്രീ ആയിട്ടെല്ലാം. അങ്ങനെ നമ്മളെ കയ്യിൽ ഒരുപാട് പണം അങ്ങനെ നമ്മൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, തിന്മയിലൂടെയാണ് അത് ഉണ്ടാക്കിയത്, തെറ്റാണ് എന്നുള്ളൊരു ബോധം വരും. തിന്മ ഒരിക്കലും നല്ലത് വരുത്തുകയില്ല, ദോഷമേ വരുത്തുകയുള്ളൂ, നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലാതാവും. ആ തിന്മ അതെല്ലാം ഇല്ലാതാകാൻ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് നന്മ ചെയ്യുക. ഗുഡ് മണിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നന്മ ചെയ്തിട്ട് ആ തിന്മയെ നമുക്ക് മറിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയാം. ഒരു സ്ത്രീ കുറച്ച് മണൽ കയ്യിലെടുത്ത് ഒരു ജ്ഞാനിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ മണലിൻ്റെ അത്രോളം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നോട് ആരും ക്ഷമിക്കുകയില്ല. അപ്പം ജ്ഞാനി പറഞ്ഞത് എന്താണ്? നിങ്ങൾ കടലിൻ്റെ അടുത്ത് പോയിട്ട് കടലിൽ പോയിട്ട് ആ മണൽ അവിടെ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ തിര വന്ന് അടിച്ച് പോകുമല്ലോ. അപ്പോൾ നല്ല തിര വന്ന് ആ മണൽ മുഴുവൻ അടിച്ചങ്ങോട്ട് പോയി. അതായത് കൈക്കുമ്പിളിലുള്ള മണൽ മാത്രമാണ് അവരോട് വെച്ചത്. ആ തിര നല്ലോണം ശക്തിയായി വന്ന് അടിച്ച് ആ മണൽ മുഴുവൻ വാരിക്കൊണ്ടുപോയി. ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്മ, അതായത് തിരയുടെ രൂപത്തിൽ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെറിയ തിന്മകൾ ആ നന്മയിൽ അങ്ങോട്ട് അലിഞ്ഞില്ലാതെയാവും. അപ്പം അവിടെ നമുക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല എന്നാണ് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാം. ഈശ്വരൻ, അതായത് സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ നന്മ ചെയ്ത കണക്കുകളാണ് വേണ്ടത്, അല്ലേ? ഇവിടുന്ന് പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല, ശരീരം പോലും കൊണ്ടുപോവില്ല എന്ന്. ശരിയാണ്, നമ്മളൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല. കൊണ്ടുപോകാൻ 2 സാധനങ്ങളാണ്. ഒന്ന് നമ്മൾ ചെയ്ത കർമ്മ, 2 സ്പിരിച്വാലിറ്റി. ഓക്കെ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തായ ഗുണങ്ങൾ, സഹായിച്ചത്, ഈ അമ്പലത്തിലും പള്ളിയിലും പോയി ഒരുപാട് നേരം പ്രാർത്ഥിച്ചതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, എന്താണ് സഹജീവികൾക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള നന്മയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കണക്കിലുണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോവില്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് 2 സ്ഫിയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വ്യക്തിപരമായ സ്ഫിയർ. അതായത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്നൊരു കുടുംബം. അവിടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിക്കാം. ഓക്കെ, നമുക്ക് വേണ്ടതായ വിവരമില്ലായ്മ കൊണ്ട് പല തെറ്റുകളും അവിടെ സംഭവിച്ചേക്കാം. ഇത് തിന്മയായിട്ട് അത്ര പ്രശ്നം ആകുന്നില്ല. ഓക്കെ, ഇത് വലിയൊരു തിന്മയല്ല. ഇത് പബ്ലിക് സ്ഫിയർ എന്നാണ്, പുറത്തുള്ള ആൾക്കാർ അടങ്ങുന്ന സ്ഫിയർ. അത് വലുതാണ്. കാരണം നമ്മൾ പുറമേ ഉള്ള ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടുന്നവരല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു തെറ്റ് സംഭവിക്കുന്നതും പബ്ലിക്കിൻ്റെ ഇടയിൽ തെറ്റ് സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവില്ലായ്മയിൽ നിന്നും ആണ് തിന്മയുണ്ടാകുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള വാല്യൂ, അതായത് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ എത്ര നന്മ ചെയ്തു എന്നാണ് നോക്കുന്നത്. ലോകത്തിന് നന്മയാണ് കൂടുതൽ, നന്മയാണ് തിന്മയേക്കാൾ ചെയ്തതെങ്കിൽ നമ്മളെ നന്മയുള്ളൊരു മനുഷ്യനായിട്ടാണ് ദൈവം കാണുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പണമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. ഒരുപാട് പേർക്ക് നന്മ ചെയ്താൽ സാൽവേഷൻ താനെ വരും, അതായത് മുക്തി. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് ആർജിക്കുക, നന്മ ചെയ്യുക. സമ്പത്ത് ആർജിക്കുക, നന്മ ചെയ്യുക. നന്മ ചെയ്യാനുള്ള ഇന്ധനമാണ് സമ്പത്ത്. സമ്പത്ത് നമ്മുടെ സ്വന്തമൊന്നുമല്ല. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണം, അതിനുവേണ്ടി ദൈവം തരുന്നൊരു കരുതലാണ് സമ്പത്ത്. അത് നമ്മളെ ദൈവം ഏൽപ്പിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ആരുടെയും കുത്തകയോ അല്ലെ എൻ്റെ മാത്രമാണ് എനിക്കുണ്ടാകുന്ന എല്ലാം, എൻ്റെ ഭൂമി, എനിക്ക് കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ, അതെല്ലാം എൻ്റെ സ്വന്തമല്ല. ഓക്കെ, നമ്മൾ സന്തോഷത്തോടെയും നമ്മൾ ആവശ്യങ്ങൾ നിറവേറാൻ ദൈവം ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്കും കൂടെ നന്മ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. പബ്ലിക് സ്ഫിയറിൽ നന്മ ചെയ്യാൻ ശ്രമിക്കുക.
അതിനുള്ള കാരണക്കാരനോ കാരണക്കാരിയോ ആയി മാറാൻ ശ്രമിക്കുക. എല്ലാ മതവും പറയുന്നത് സമ്പത്ത് ആർജിച്ച് നന്മ ചെയ്യാനാണ്. അതുകൊണ്ട് അത് ചെയ്യുക. മനസ്സ് വെൽത്തിനെ എങ്ങനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. മൈൻഡ് അട്രാക്റ്റ് വെൽത്ത്. ബില്യണിയർ ബ്ലൂ പ്രിൻറ്റ്. വെൽക്കം അബണ്ടൻസ്. റീപ്രോഗ്രാം വെൽത്ത്. മനസ്സിന് സമ്പത്ത് ആർജിക്കാൻ കഴിയും. ഒരു ബില്യണയറിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വേണം നമുക്ക്. എപ്പോഴും അബണ്ടൻസിന് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. വെൽത്തിന് വേണ്ടി മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യണം. ഓക്കെ, ഈ സമൃദ്ധി എന്ന് പറയുന്ന സംഭവം, അതിനെ ആ ഒരു സമൃദ്ധിയെ നമ്മൾ എന്ത് ചെയ്യണം? വെൽക്കം ചെയ്യണം. വെൽത്തിനായിട്ട്, സമ്പത്തിനായിട്ട് റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കണം മൈൻഡിനെ എപ്പോഴും. ബില്യണയറിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വേണം, എന്നാൽ റിച്ച് ആകാൻ കഴിയും. അല്ലാതെ സാധാരണ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിക്കാം, ഒരു ഒരു ഫേമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സമ്പന്നനാകാൻ സാധിക്കില്ല. എന്നും തൊഴിലാളിയായിട്ട് ഇരിക്കാനേ നമുക്ക് സാധിക്കും. റിച്ച് ആവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ആദ്യം ചെറിയത് തുടങ്ങണം, പിന്നെ ആദ്യം 5 പേരെ കൊണ്ട് പണിയെടുപ്പിക്കണം, പിന്നെ 10 പേരെ കൊണ്ട്, അങ്ങനെ പണിയെടുപ്പിച്ചാലേ എന്താവാൻ പറ്റുക? സമ്പന്നനാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബില്യണയറിൻ്റെ എപ്പോഴും ബില്യണയറിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മൾ മനസ്സിൽ ഇട്ട് കൊടുക്കണം. ഋഗ്വേദയിൽ പറയുന്നുണ്ട്, വൺ ഹൂ ഹെൽപ്സ് അതേഴ്സ് വിൻസ് വെൽത്ത്. മറ്റുള്ളവരെ സഹായിക്കുന്നവൻ സമ്പത്ത് നേടും. എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാമെന്ന് ചിന്തിക്കണം. അത് പണം ഉണ്ടാക്കണം എന്ന മനോഭാവത്തോടെയല്ല, സഹായിക്കണം എന്ന മനോഭാവത്തോടെ. അപ്പോഴാണ് സമ്പത്തുണ്ടാവുക. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഇത്രയും പേരെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഇത് സഹായിക്കണം, അതിനെന്താണ് ഒരു വഴി? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സമ്പത്ത് നമ്മളിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഗോൾ നമ്മൾ എഴുതി വെക്കാൻ പറഞ്ഞു അല്ലേ, ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നു, എനിക്ക് അന്നം ദാനം ചെയ്യാൻ കഴിയുന്നു, പിന്നെ അതേപോലെ എനിക്ക് ഒരുപാട് പേർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ എന്താണ്? അതിനുള്ള വഴി എന്താണ്? പണം വേണം നമുക്ക്, അതിനുള്ള വഴി തുറന്നു വരും. ഓക്കെ, അപ്പോൾ അതാണ് ഗോൾ സെറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഗോളൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്? പണം ഉണ്ടാക്കണം എന്ന മനോഭാവത്തോടെയല്ല, സഹായിക്കണം എന്ന മനോഭാവത്തോടെ. അപ്പോഴാണ് സമ്പത്ത് വരിക. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, സഹായിക്കണമെന്ന മനോഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. സഹായിക്കണം, മറ്റുള്ളവരെ എന്ത് വന്നാലും മറ്റുള്ള ആളുകളെ അതായത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്നുള്ളൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സമ്പത്ത് നമുക്കുണ്ടാവും. ഓക്കെ, അടുത്തത് വെൽത്ത് ക്രിയേഷൻ. ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റേജ് പറയാം. ക്രിയേറ്റ് ഇന്നർ മൈൻഡ് ടു മാനിഫെസ്റ്റ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് പോലെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് പോലെ പ്രോഗ്രാം ചെയ്യുക. 2, ഐഡിയാസ് സീഡ്സ് ഓഫ് വെൽത്ത്. സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഐഡിയ ഉപബോധ മനസ്സിലുണ്ട്, അതെടുത്ത് ഉപയോഗിക്കുക. 3, സെറ്റ് ഓഫ് ഐഡിയാസ് വർത്ത് ബില്യണേഴ്സ്. എല്ലാ വിജയത്തിൻ്റെ പുറകിലുമുള്ളത് ആശയങ്ങളാണ്. ഓക്കെ, ഈ ബില്യണേഴ്സിൻ്റെ വെർത്ത് ഉപബോധ മനസ്സിലുണ്ട്, അത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും? ഐഡിയാസൊക്കെ നമ്മൾ വലിയ ഐഡിയാസ് ആയിരിക്കും. നമ്മൾ ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. മുന്നിലേക്ക് മറ്റുള്ളവരെ പോലെയല്ല, കുറച്ച് മുന്നോട്ടിലേക്ക് പോകാൻ നമുക്ക് തോന്നും, അത് വളർത്താൻ തോന്നും. മഹത്തായ ആശയങ്ങൾ ഗ്രാബ് ചെയ്തെടുത്ത് കോടീശ്വരനാകാൻ നമുക്ക് കഴിയും. ഓക്കെ, ലോകത്ത് എവിടെയും പോയി സമ്പത്ത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. 90% സമ്പത്തും സൈക്കോളജി വെച്ചുണ്ടാക്കുന്നതാണ്. ഓക്കെ, 90% ഈസ് സൈക്കോളജി. മനസ്സിൽ ഉണ്ടാവണം പ്രൊഡക്ട്സ് ഓഫ് മൈൻഡ്. അതായത് നമ്മുടെ മനസ്സിൽ വേണം പ്രൊഡക്റ്റ് ഉണ്ടാവേണ്ടത്. അതായത് പ്രോവേർട്ടി, ഡെപ്റ്റ്, അതുപോലെ ലോസ്, ഇതെല്ലാം മൈൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഒരുപാട് പേര് ദരിദ്രരായിരിക്കുന്നത് അവരുടെ മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണ്. മാനസികമായ രോഗമാണ് ദാരിദ്ര്യം. ഇനി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് വെൽത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിവറേജ് ചെയ്യണം. എന്താ ഈ ലിവറേജ്? ലിവറേജ് എന്ന് പറഞ്ഞാൽ ഒരു കാറ് ഉയർത്താൻ വേണ്ടിയിട്ട്, കാറ് മാനുഫാക്ചർ ചെയ്ത സമയത്ത് അതിങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ട് അതിനിടയിൽ ചാക്കോണ്ടൊരു സാധനം കെട്ടിയുണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി അത് വെച്ചിട്ടൊക്കെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ സമ്പത്ത് ഉണ്ടാക്കാൻ എന്തെല്ലാം വഴി നോക്കണമെന്ന് നമ്മൾ ആദ്യം തേടണം.
ലോകത്തിൽ വെൽത്ത് ഉണ്ടാക്കാൻ ഒറ്റ വഴിയുള്ളൂ, അത് ലിവറേജ് ചെയ്യുകയാണ്. ലോകത്തിൽ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയാണുള്ളത്, എന്താണ്? ലിവറേജ് ചെയ്യുകയാണ്. ലിവറേജ് പല വിധമുണ്ട്. ഒന്ന് OPW. ഈ പിക്ക് നോക്കൂ, OPW. OPW എന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾ വർക്ക്. 2 OPT, അതർ പീപ്പിൾ ടൈം. 3 OPI. 4 OPM. 5 OPE. ഓക്കെ, അതർ പീപ്പിൾ ഐഡിയാസ് ആണ് OPI. അതുപോലെ OPM എന്ന് പറയുന്നത് അതർ പീപ്പിൾ മണി. അടുത്തത് അതർ പീപ്പിൾ എക്സ്പീരിയൻസ്. ഇതെല്ലാം ആണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് ചെറിയൊരു നോട്ട്ബുക്കിൽ ചെറുങ്ങനെ രീതിയിൽ ഒന്ന് റെഫർ ചെയ്തെടുക്കാം. ഓക്കെ, OPW അതായത് അതർ പീപ്പിൾ വർക്ക്. സമ്പന്നനാകാൻ, വെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവർക്കും നേട്ടം കൊടുക്കണം. എത്രമാത്രം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നുവോ അത്രയും നമുക്ക് വെൽത്ത് കൂടിക്കൊണ്ടിരിക്കും. 2 പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, അത് പിന്നെ 4 പേരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, പിന്നെ അവർ 8, 10, 20, 40, 60, 100, 200, പിന്നെ 500, 1000 ഇങ്ങനെ പോകണം. ഇങ്ങനെ ഒത്തിരി പേരെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് ആകുന്നത്? നല്ലോണം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് കോൺട്രാക്ടേഴ്സൊക്കെ പെട്ടെന്ന് റിച്ച് ആകുന്നത്. ഓക്കെ, കോൺട്രാക്ടേഴ്സൊക്കെ റിച്ച് പീപ്പിളാണല്ലോ പൊതുവേ. സ്വയം വർക്ക് ചെയ്താൽ ഒരിക്കലും റിച്ച് ആവില്ല. പിന്നെ ചില ആളുകൾ ഉണ്ടാവും കോൺട്രാക്ടേഴ്സ്, അതെന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ നല്ല നേരായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ സ്വയം വർക്ക് ചെയ്താൽ ഒരിക്കലും റിച്ച് ആവില്ല. സ്വയം വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു ഓഫീസ് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിലെ ശമ്പളം അത് മാത്രമാണ് ഒരു വരുമാനം ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത് OPT. OPT എന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾ വർക്ക്. ഒരാൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്തിനാണ് വില, അതിനനുസരിച്ചുള്ള പൈസയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി OPI, അതർ പീപ്പിൾ ഐഡിയാസ്. മറ്റുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ നമുക്ക് കിട്ടും. മറ്റുള്ളവരുടെ ഐഡിയാസ് ഉപയോഗിക്കുന്ന വെൽത്ത് ലിവറേജാണ് OPI. മറ്റുള്ളവരുടെ ഐഡിയാസ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മളൊരാളെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? അവരുടെ സമയത്തിനൊരു വില ഉണ്ടാവും, അതിനുള്ളൊരു എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ, അത് എൻജിനീയേഴ്സിന്, പിന്നെ അതുപോലെ അക്കൗണ്ട്സിനെ ഒക്കെ നമ്മൾ നിയമിക്കും. നമ്മൾ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിയമിക്കും. അവരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മാത്രമാണ് നമ്മൾക്കും, അതായത് കോടീശ്വരനാകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവർക്കും ഉപയോഗം ലഭിക്കുന്നത്. ഓക്കെ, ഇനി OPM, അതർ പീപ്പിൾ മണി. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി പൈസ തരാൻ ധാരാളം ആൾക്കാരുണ്ട്. നല്ല ആശയങ്ങളാണെങ്കിൽ അതേഴ്സ് പീപ്പിൾസ് മണി വരും. എക്സാമ്പിൾ, ബൈജൂസ് ആപ്പിന് വേണ്ടിയിട്ട് 30,000 കോടി രൂപയാണ് ചിലവാക്കിയത്. ആശയം നന്നാവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പൈസ തരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ നല്ല ആശയങ്ങളാണെങ്കിൽ മറ്റുള്ളവർ അതിന് വേണ്ടി നമുക്ക് പൈസ തരും. അതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ. ഓക്കെ, അടുത്തത് OPE, അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ്. നമുക്ക് അറിയാത്ത ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണം, അതാണ് നല്ലത്. എക്സ്പീരിയൻസ് വേണം. OPE ഇമ്പോർട്ടൻ്റ് ആണത്. നമുക്കറിയാത്ത ജോലി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ഈ പിക്ചർ നോക്കൂ. ധീരുഭായ് അംബാനി പറ്റി വിറ്റ് നടന്ന ആളായിരുന്നു. അദ്ദേഹം ഇന്ന് എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്, എത്ര റിച്ചാണ് അദ്ദേഹം. അതേപോലെ ഷാറുഖ് ഖാൻ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ്, വെറും 1500 രൂപയിൽ തുടങ്ങിയതാണ് അയാളുടെ ജീവിതമെന്ന്. കാരണം മുംബൈ സിറ്റിയിൽ വന്നിറങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഓട്ടോക്കൂലിക്ക് ഉള്ള പൈസ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് ക്യാഷ് ലഭിക്കുന്നത് മറ്റുള്ളവരുടെ അധ്വാനം അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴാണോ ഒരു സമൂഹത്തെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അന്ന് മുതൽ നമ്മളുടെ വിജയം വർദ്ധിക്കും. എന്നെ സമ്പന്നനാക്കിയത്, എന്നെ ഹീറോ ആക്കാൻ വേണ്ടി
1000 ആൾക്കാരുടെ അധ്വാനമാണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഷാറുഖ് ഖാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് മോർ വെൽത്ത്. നന്ദിയുള്ളവർക്ക് പണം കൂടും. നന്ദി ഇല്ലാത്തവരിൽ നിന്നുള്ളതും കൂടി എടുക്കപ്പെടും. ഓക്കെ. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ബ്രിങ്സ് പോവേർട്ടി ആൻഡ് ഡെപ്റ്റ്. നന്ദി ഇല്ലാത്തവർക്ക് സമ്പത്ത് ഉണ്ടാവില്ല. അതെപ്പോഴും ഓർക്കുക. നമ്മൾ കയ്യിൽ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, താങ്ക് യു പറയണം. അതൊരു 10 രൂപയാണെങ്കിലും കൂടെ. അതുപോലെ നമ്മൾ കൊടുക്കുമ്പോഴും ബ്ലെസ് ചെയ്ത് കൊടുക്കുക. പണം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ്. ഒരാളുടെ കയ്യിൽ നിന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നതല്ല. അത് വേറൊരാളുടെ അടുത്ത് പോയി, അവിടെ നിന്ന് പോയി ഇങ്ങനെ അനേക ആളുകളുടെ കയ്യിലൂടെയാണ് ഈ പണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞും നമ്മുടെ കയ്യിൽ പണം നിൽക്കണമെങ്കിൽ, ഓക്കെ, അപ്രതീക്ഷിത വരുമാനം നമുക്ക് ലഭിക്കണമെങ്കിൽ പണത്തെ സ്നേഹിക്കണം. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഐ ലവ് മണി, മണി ലവ്സ് മീ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. പണം കൊടുക്കുന്ന സമയത്ത് ഒരു പെട്രോൾ പമ്പ് പോയാലും ഒരു കടയിൽ കയറിയാലും ഡോക്ടറെ അടുത്ത് കാണിക്കാൻ ചെന്നാലും അതിനെ എപ്പോഴും ബ്ലെസ് ചെയ്ത് നീ പോയിട്ട് ഇരട്ടി മടങ്ങി എന്നിലേക്ക് തന്നെ മടങ്ങി വാ. കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നീ കുഞ്ഞുങ്ങളായി തിരിച്ചു വാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇരട്ടി എപ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞു നോക്കൂ. ഞാൻ കൊടുക്കുന്ന മണി, ഓക്കെ, ഞാൻ കൊടുക്കുന്ന പണം ഞാൻ എവിടെ കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടിയായ എന്നിലേക്ക് ധാരാളം പല വഴികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും നമ്മൾ മണിയെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ. തോട്ട്സ് റിഫ്ലക്റ്റ് ഓൺ വെൽത്ത്. നമ്മുടെ ചിന്തകൾ വെൽത്തുമായി നല്ലോണം സഹകരിക്കുന്നുണ്ട്. എപ്പോഴും വെൽത്തി തോട്ടായിരിക്കണം വേണ്ടത്. ഓക്കെ. വെൽത്തി തോട്ടായിരിക്കണം നമുക്ക് വേണ്ടത്. യൂട്യൂബ്, ബുക്സ് എല്ലാം നല്ലതിനായിരിക്കണം. തോട്ട്സിനെ ഇറക്കി പണിയണം. ഓക്കെ. നമ്മുടെ ചിന്തയിൽ എന്ത് ചെയ്യണം? ആഴത്തിൽ ചിന്ത കൊടുക്കണം. മണി, ആ ഒരു ഇത്ര രൂപ എനിക്ക് അടുത്ത മാസം എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ എനിക്ക് വേണം, ആവശ്യമാണ് എനിക്കത്. അത് ചിന്ത വരുത്തണുള്ളിൽ. അപ്രതീക്ഷിതമായി എൻ്റെ കയ്യിലെനിക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. തോട്ട് ഇറക്കി കളിക്കണം. ഓക്കെ. ചിന്ത എപ്പോഴും അതിലേക്കാക്കുക. അതിനുവേണ്ടി നമുക്ക് യൂട്യൂബ്, ബുക്സ് ഒക്കെ ഉപയോഗിക്കാം. നല്ല ചിന്തകൾ മാത്രം ഇട്ട് കൊടുക്കണം. ഇനി വൈ ബി റിച്ച്? എന്തിനാണ് നമ്മൾ സമ്പന്നനാകുന്നത്? ഒന്ന് സെർവ് ദ ഗോഡ് ആൻഡ് വേൾഡ്. ദൈവത്തിനെയും ലോകത്തിനെയും സേവിക്കണമെങ്കിൽ പണം വേണം. 2 ടാപ്പ് യുവർ ടാലൻറ്റ്. നമ്മുടെ ടാലൻറ്റ് വളർത്താൻ, അതായത് ഓരോരുത്തരും ടാലൻറ്റ് വളർത്തിയെടുക്കാൻ പണം വേണം. 3 പ്രോഗ്രസ്. ഈ ലോകത്തിന് നമുക്കും പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ, പോസിറ്റീവ് ആകണമെങ്കിൽ, സോളിനെ ന്യൂറിഷ് ചെയ്യണമെങ്കിൽ പണം വേണം. ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കാൻ പണം വേണം. അതുപോലെ ഗോഡ് വാണ്ട്സ് ദ ബെസ്റ്റ്. നിങ്ങളിൽ നിന്ന് ഏറ്റവും ഹയ്യസ്റ്റ് വരാനാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് നമ്മളിൽ നിന്നും പുറത്തു വരണമെങ്കിൽ യു ഹാവ് ടു ബി റിച്ച് ഫസ്റ്റ്. അതായത് ആദ്യം നമ്മൾ റിച്ചായാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഹയ്യസ്റ്റിൽ നിന്ന് വരാൻ തന്നെയാണ്. ഓക്കെ. അടുത്തത് ബീയിങ് ദ ബെസ്റ്റ് ബൈ ഗെറ്റിംഗ് റിച്ച്. നിങ്ങളിൽ നിന്നും ഏറ്റവും നല്ലത് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ചാരിറ്റി കൊടുക്കണം. നിങ്ങളിലെ മനുഷ്യൻ്റെ എല്ലാ ഡിഗ്നിറ്റിയും എല്ലാ വിലയും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് മണി. പണം ഉണ്ടാക്കണം. ഓക്കെ. അടുത്തത് ഫോക്കസ് ഓൺ വെൽത്ത്. എന്തിലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർദ്ധിക്കും. ആദ്യം സമ്പന്നനാവാൻ തീരുമാനം എടുക്കണം. എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കണം. ഓക്കെ. ഈ ട്രാൻസ്പ്ലാന്റ് സൈക്കോളജി നോക്കാം നമുക്ക്. അതായത് പണം ഉണ്ടാക്കുന്നതിൻ്റെ ട്രാൻസ്പ്ലാന്റ് സൈക്കോളജിയാണ് ഇനി പറയാൻ പോകുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ വെൽത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയണം. യൂസഫ് അലി, അംബാനി ഇവരൊക്കെ കോടീശ്വരന്മാരാണ്. ഇവരുടെ ബ്ലൂ പ്രിൻ്റ് അവരുടെ ഉള്ളിൽ നിന്നും എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും അഫർമേഷൻ പറയാം. ഓക്കെ. എപ്പോഴും അഫർമേഷൻ പറയണം. മണിയുടെ ഐ ലവ് മണി, മണി ലവ്സ് മീ. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. ധാരാളം വഴികളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അഫർമേഷൻ തരും.
നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് എഫർമേഷൻ തരും. അപ്പോൾ ലോ അട്രാക്ഷൻ്റെ പ്രാക്ടീസും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ തരും. അപ്പോൾ അതും കൂടെ എഴുതി വെക്കുകയോ പറയുകയോ ചെയ്യുക. ഓക്കെ. കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ മണി എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ. നമുക്ക് ഈ ലോകത്തെ മുഴുവൻ സേവിക്കാനും സഹായിക്കാനും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് പണമാണ്. അതുകൊണ്ട് നമുക്ക് പണം വേണം. യു ലവ് മണി, മണി ലവ്സ് യു. ഓക്കെ, യു ലവ് മണി, മണി ലവ്സ് യു. അപ്പോൾ അഫർമേഷൻ, മണിയുടെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സമയം കിട്ടുന്ന സമയത്തൊക്കെ പറയാം. എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പല പല വഴികളിൽ, പല പല സാഹചര്യങ്ങളിലൂടെ എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ അഫർമേഷൻ കൊടുക്കുക. ഐ ലവ് മണി, മണി ലവ്സ് മീ. പണത്തിനെപ്പോഴും സ്നേഹിക്കുക. ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് ഐ ലവ് മണി, മണി ലവ്സ് മീ. ഓക്കെ, ഇനി തോട്ട് മാനേജ്മെൻറ്റ്. ഓക്കെ, ഓരോ തോട്ടും വരുമ്പോൾ, അതായത് നമ്മുടെ ചിന്ത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓരോ ചിന്തയും വരുന്ന സമയത്ത് ഉടനെ അതുമായി ബന്ധപ്പെട്ട ഒരു ബയോ കെമിക്കൽ ചേഞ്ച് ബ്രെയിനിൽ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആൽഫ വേവ്സ്, തീറ്റ വേവ്സ് എന്നെല്ലാം പറയുന്നത്. അതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ഒറിജിൻ ന്യൂറോൺസിലാണ് ഉണ്ടാകുന്നത്. അതായത് വൈസ് തോട്ട്, വൈസ് ആക്ഷൻ. നമ്മുടെ തോട്ട് വൈസാണെങ്കിൽ നമ്മുടെ ആക്ഷനും വൈസായിരിക്കും. വൈസ് തോട്ടിനുള്ള ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ബിസിനസ് തുടങ്ങണം എന്നൊരു തോട്ട് വന്നാൽ, വീണ്ടും ആ തോട്ട് വന്നാൽ ബ്രെയിനിൽ കെമിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. അതിൻ്റെ ഫലമായി ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ബ്രെയിനിൽ ഇലക്ട്രിക് വേവ് പടരാൻ തുടങ്ങും. 10 വാട്ട്സിൻ്റെ ബൾബ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി എപ്പോഴും ബ്രെയിനിൽ കാണും. ഇതേ ചിന്ത തന്നെ പിറ്റേ ദിവസവും ആഴ്ചയിൽ മുഴുവനും ചിന്തിച്ച് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചിന്തിച്ച് ആയിരക്കണക്കിന് തോട്ട്സ്, അതായത് ബിസിനസ്സിനെ കുറിച്ച് ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ഒരു ന്യൂറൽ പാത്വേ, അതായത് തോട്ടിനെ ആഗിരണം ചെയ്യാനായിട്ട് ഒരു തോട്ടുമായി ബന്ധപ്പെട്ട് ഈ തോട്ടുമായി ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് ന്യൂറോൺസ് സെറ്റായിട്ട് അവിടെ ഉണ്ടാവും. ന്യൂറോൺസ്, അതായത് ഈ തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂറോൺസ് തന്നെ അതിന് സെറ്റായിട്ടുണ്ടാവും. ഈ ന്യൂറോൺസിൻ്റെ ഒരു ശൃംഖല തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് കണ്ടാലും, ഒരു ചിരട്ട കണ്ടാൽ പോലും അതിന് ബിസിനസ് തുടങ്ങിയാലോ എന്ന് ചിന്ത വരും. ഓക്കെ, എപ്പോഴും ബിസിനസ് മൈൻഡ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ബ്രെയിനിൽ ഇത് പ്രവർത്തിക്കുന്ന ഇതാണ് ഈ പറയുന്നത്. എന്ത് കണ്ടാലും നമ്മൾ ചിന്തിക്കും, ഇതിനെക്കുറിച്ചൊന്ന് ബിസിനസ് ചെയ്താലോ, അല്ലെങ്കിൽ ഇതിൽ ആഴത്തിൽ പഠിച്ചാലോ, എന്നിട്ട് ബിസിനസ് തുടങ്ങിയാലോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് രൂപപ്പെടും. അതെന്ത് കാര്യവും അങ്ങനെയാണ്. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം, അത് ഇപ്പം കാറാണ്, ഇപ്പം എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ വാങ്ങിക്കും അതിനുള്ള ചിന്ത അവിടെ പോയി അത് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, എന്ത് കണ്ടാലും സ്വാച്ചുവേർഡ് ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന തോട്ട് മുഴുവൻ അതായിരിക്കും. അതായത് നെഗറ്റീവ് തോട്ടൊന്നും വരില്ല, ബിസിനസ് തോട്ടാണ് പിന്നെ വരിക. അങ്ങനെ തോട്ട് വന്ന് റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ഉണ്ടാവും. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്തിലേക്ക് പോകുന്നുവോ അത് ബ്രെയിൻ ചൂസ് ചെയ്യും. ഈ രീതിക്ക് പറയുന്ന പേരാണ് റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന്. ബോധമാണ് ചൂസ് ചെയ്യുന്നത്. അതിനാണ് റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കാർ എടുത്ത് ഓടിക്കണമെന്ന് ആഗ്രഹിക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാർ വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. അത് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, മനസ്സിൽ വിചാരിച്ചത് തന്നെ, അതായത് ആ കാർ തന്നെ ആവും പിന്നെ മുഴുവൻ റോഡിൽ. അതാണ് ന്യൂറൽ പാത്വേ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെയും അടുത്ത സ്റ്റേജാണ്. ഒരു സെക്കൻഡിൽ 20 ലക്ഷം ബിറ്റ്സ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക്. ഓക്കെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് 20 ലക്ഷം ബിറ്റ്സ് നമ്മുടെ പഞ്ചേന്ദ്രിയം ക്യാരി ചെയ്യുമ്പോൾ അതിൽ നിന്നും ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന 134 ബിറ്റ്സ് മാത്രമാണ്. ഓക്കെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് 20 ലക്ഷം ബിറ്റ്സ് ക്യാരി ചെയ്യാൻ സാധിക്കും. അതിൽ നിന്നും ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് എത്രയാണ്? 134 ബിറ്റ്സ് മാത്രമാണ്. 134 ബിറ്റ്സ് മാത്രമാണ് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. 20 ലക്ഷം ബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുന്നത്.
ഈ 20 ലക്ഷം ബിറ്റ്സ് ആകാശമായിട്ടും ഭൂമിയായിട്ടും സൗണ്ടായിട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് 134 അതായത് 134 ബിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഏത് ഭാഗമാണ് എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ന്യൂറൽ പാത്വേ ആണ്. അപ്പോൾ ബിസിനസ് തന്നെയാണ് ആലോചിക്കുന്നതെങ്കിൽ പുറത്ത് കാണുന്ന 20 ലക്ഷം ബിറ്റ്സിൽ നിന്നും 134 ബിറ്റ്സ് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, അവിടെ വേറൊന്നും ബ്രെയിൻ ബിറ്റ് ചെയ്യില്ല. മ്യൂസിക്, ക്രിക്കറ്റ്, കല, ഹിസ്റ്ററി ഒന്നും തന്നെ ബ്രെയിൻ പിക്ക് ചെയ്യില്ല. ന്യൂറൽ പാത്വേയിൽ ക്രിയേറ്റ് ആയത് മാത്രമാണ് പിക്ക് ചെയ്യുകയുള്ളൂ. ബ്രെയിൻ നമ്മുടെ അകത്തുള്ള സാധനം മാത്രം പിക്ക് ചെയ്യുന്നതിനാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നദി ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഹൈവേയിലൂടെ വാഹനം പോകുന്നത് പോലെ ആ വഴിക്ക് മാത്രം ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് മാത്രമാണ് എന്ത് ബ്രെയിൻ എടുക്കുക, വേറെ ഒന്നും ബ്രെയിൻ എടുക്കില്ല. ഇതാണ് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം. ഒരു ലക്ഷ്യം മാത്രമായിട്ടാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് ഒരു ലക്ഷ്യം നമ്മൾ എഴുതി വെച്ച് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ആ ലക്ഷ്യം എപ്പോഴും അത് നടക്കാനായിട്ട് മാത്രം മനസ്സിൽ അത് കൊണ്ടുവരിക, എന്നിട്ട് അടുത്ത ലക്ഷ്യം അങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. ഒരേ കാര്യം തന്നെ 1000 പ്രാവശ്യം ചിന്തിച്ച് നാളെയും ചിന്തിച്ച് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ആയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടു മാത്രം കണ്ട് നമ്മൾ ട്രിഗർ ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി ഒരു സെറ്റ് വിഷ്വൽ ഗോള് നമ്മൾ ഒരു 1000 പ്രാവശ്യമെങ്കിലും കൊടുത്തിരിക്കണം. ഓരോ ദിവസവും സ്റ്റിമുലി വരണം നമുക്ക്. അതിനാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കി വീട്ടിൽ വെക്കണമെന്ന് പറയുന്നത്. അതായത് സ്റ്റിമുലേഷൻ, പ്രചോദനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിഷ്വലായിട്ട് ആ ഗോളിനെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ ഇതിനുള്ള ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കണമെന്ന് പറയുന്നത്. ഓക്കെ, യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി ത്രൂ യുവർ തോട്ട്. നമ്മുടെ സ്വന്തം ചിന്തയിലൂടെ നമ്മുടെ സ്വന്തം റിയാലിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് തോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. 36,000 മുതൽ 60,000 ചിന്തകൾ വരെ ഒരു ദിവസം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. അതിൽ 95% റിപ്പീറ്റഡ് തോട്ട്സാണ്. അതാണ് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി തോട്ട്സ് ഉണ്ടാക്കിത്തരുന്നത്. എന്താണോ ഒരു ദിവസം നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ആ കാര്യം ബ്രെയിൻ അതുമാത്രം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ബിസിനസ്സിൽ നഷ്ടമാണോ നിങ്ങളെപ്പോഴും ചിന്തിക്കുക ആണെങ്കിൽ അത് തന്നെ നമുക്ക് റിയാലിറ്റിയിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ചാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അവളുടെ ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടാവും. അത് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ റെക്റ്റിക്കുലർ ആക്ടിവിറ്റി ഇവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം 36,000 മുതൽ 60,000 ചിന്ത വരെ നമ്മുടെ ബ്രെയിൻ ഉണ്ടാകും, പുറപ്പെടുവിക്കും. ഓക്കെ, അതിൽ 95% റിപ്പീറ്റഡ് തോട്ട്സാണ് ഉണ്ടാവുക. അതാണ് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി തോട്ടായിട്ട് മാറുന്നത്. എന്താണോ ഒരു ദിവസം കൂടുതൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം ബ്രെയിൻ അതുമാത്രം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വിഷമം നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളാണ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് റെക്കോർഡാവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മനഃപൂർവ്വം ചിന്തിക്കുക. ഓക്കെ, പോസിറ്റീവായ കാര്യങ്ങൾ ആ കുറച്ച് നേരം ആ വിഷമം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ താങ്ങാൻ പറ്റാത്ത വിഷമം എന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതൊരു സത്യമാണ്. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് കരഞ്ഞു തീർക്കുകയോ പറയുകയോ ഒക്കെ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഹാപ്പിനെസ്സിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം അത് റെക്കോർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് സംഭവം. ഇനി പവർ ഓഫ് തോട്ട്സ്. പെർസെപ്ഷൻസ്, ഹാപ്പിനെസ്, സക്സസ് ഇതിനനുസരിച്ചാണ് നമ്മുടെ തോട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടോക്സിക് തോട്ട് എന്തൊക്കെയാണ്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് ടോക്സിക് തോട്ട്? ഇതായി പിക്കിൽ നോക്കൂ. സ്ട്രെസ്സ്, ഗിൽറ്റ്, ബ്ലെയിം, റിവെഞ്ച്, ജലസി. അപ്പോൾ ഈ സംഭവങ്ങളാണ് ടോക്സിക് തോട്ട്. ഓക്കെ, ഇതൊക്കെ ദോഷം ചെയ്യുന്ന തോട്ടുകൾ. നിങ്ങൾക്കറിയാം ഇതൊക്കെ നമുക്ക് നല്ലതല്ല, ദോഷം ചെയ്യുന്ന ചിന്തകളാണിതെല്ലാം. വിഷാംശമുള്ള തോട്ടുകളാണിതെല്ലാം. നമുക്ക്
ജലസ് ഉണ്ടെങ്കിൽ, അതായത് അസൂയ ഉണ്ടെങ്കിൽ നമുക്ക് നാശം വരും. എത്രമാത്രം, അതായത് അത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്ത്, ഈ അസൂയ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ പറയുന്നതെല്ലാം ഡേഞ്ചറസാണ്. റിവെഞ്ച്, പ്രതികാരം ചെയ്യുക, അതായത് തട്ടിപ്പ് നടത്തുക, ഗിൽറ്റ് ചെയ്യുക, ബ്ലെയിം ചെയ്യുക, വെറുതെ കുറ്റപ്പെടുത്തുക, വെറുതെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടല്ലേ. അതേപോലെ സ്ട്രെസ്സ്, ആവശ്യമില്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കുക, ഇതെല്ലാം ടോക്സിക്കാണ്. ഈ ജലസ്, അതായത് ഈ അസൂയ ഒരു വ്യക്തിയോട് നമുക്കുണ്ടെങ്കിൽ അത് അവർക്കല്ല ദോഷം ചെയ്യുക, നമ്മൾക്ക് തന്നെയാണ്. എപ്പോഴും അത് ചിന്തിക്കുക. നമുക്കൊരാളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് ആർക്കാണോ തോന്നുന്നത് അവനാണ് അതിൻ്റെ നാശം ഉണ്ടാവുക. ഓക്കെ, അതായത് എപ്പോഴും ചിന്തിക്കുക, നിങ്ങൾക്ക് ജലസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശം വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, ടൈപ്സ് ഓഫ് തോട്ട്. നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും വേസ്റ്റാണ്. അത് നമ്മുടെ എനർജി എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്യും. കുറച്ച് അല്ലെങ്കിൽ കുറേ മണിക്കൂർ നമ്മൾ നെഗറ്റീവ് തന്നെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ കൂടി സാധിക്കില്ല, ക്ഷീണം തോന്നും. അതുകൊണ്ട് പോസിറ്റീവ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ആവശ്യം. പോസിറ്റീവ് തോട്ട് മനസ്സിൽ നിറയ്ക്കുക. ഈ പോസിറ്റീവ് തോട്ട് മാത്രമാണ് നമ്മെ പ്രൊഡക്റ്റീവാക്കുക. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് വെറുതെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കരുതെന്ന് പറയുന്നത്. ഇനി അഥവാ ഓർമ്മ വരികയാണെങ്കിൽ അത് അപ്പോൾ സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക, ക്യാൻസൽ 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 എന്ന് പറഞ്ഞ് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഒരു വ്യക്തികളുടെ ചിന്തയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരട്ടെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അവനോ അവൾക്കോ സമാധാനം ലഭിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ. മനസ്സ് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് വല്ല അടിപൊളി സോങ്ങോ പാട്ടൊക്കെ കേൾക്കുക, ജസ്റ്റ് ഒരു സംഗീതം കേൾക്കുക, മതി. ഇത്രയും ചെയ്താൽ നമുക്ക് ആ സിറ്റുവേഷൻ മറികടക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം റെക്ടിക്കുലർ ആക്ടിവിറ്റിയൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സങ്കടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയുന്നില്ല. ഓക്കെ, നമ്മൾ വിചാരിക്കും എല്ലാം ദൈവം ചെയ്യുന്നതാണ്. ഒരിക്കലും ദൈവം ചെയ്യുന്ന ഒന്നുമല്ല. നമ്മുടെ മൈൻഡ് തന്നെ നമ്മൾ തന്നെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ, എന്താണ് ഈ സ്പിരിച്വാലിറ്റി? പലരും പറയാറുണ്ട് അമ്പലത്തിലും പള്ളിയിലും പോയി കുറേ പ്രാർത്ഥിക്കുക, കുറേ സന്യാസിയായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ മാംസാഹാരങ്ങളൊക്കെ വർജിക്കുക, ഇതാണോ സ്പിരിച്വാലിറ്റി? ഒട്ടും തന്നെയല്ല. അമ്പലത്തിലും പള്ളിയിലും പോകുന്നതല്ല സ്പിരിച്വാലിറ്റി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി. ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്നത് എല്ലാ റിലീജിയസ് ആക്ടിവിറ്റിയാണ്. മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടാൻ, ലോകത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ നന്മയുണ്ടാവാൻ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മ, ഓക്കെ, അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ, അവർക്ക് വേണ്ടി പറയാനും അവർക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള മനസ്സ്, ഇതാണ് സ്പിരിച്വാലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4 തരത്തിലുള്ള ഭക്തരുണ്ട്. ഓക്കെ, ഒന്ന് ആർത്തൻ. വിഗ്രഹത്തിൻ്റെ മുന്നിൽ ആർത്തലച്ച് നിലവിളിക്കുന്നവനാണ് ആർത്തൻ. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നവനാണ്. ഓക്കെ, എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എന്നെ കാക്കണമേ, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ആർത്തൻ എന്നാണ് പറയുന്നത് വിഗ്രഹത്തിൻ്റെ മുന്നിൽ. ഓക്കെ, അർത്ഥാർത്ഥി. ഗുരുവായൂരപ്പന് തുലാഭാരം ചെയ്യുന്നവൻ. കൈക്കൂലി കൊടുത്ത് അവൻ്റെ മകളോ മകനോ മാത്രം നന്നാവണമെന്ന് കരുതുന്നവൻ. കൈക്കൂലി വാങ്ങിക്കുന്ന ഈശ്വരൻ എന്ന അർത്ഥത്തിൽ അത് ചെയ്യുന്നത്. ഓക്കെ, ഈശ്വരൻ കൈക്കൂലി വായിച്ച് എൻ്റെ മകനെ മകളെ രക്ഷിക്കണേ, എൻ്റെ കുടുംബത്തിന് നന്മ വരുത്തണേ, ഓക്കെ, ഇങ്ങനെ പറയുന്നതാണ് ആ അർത്ഥാർത്ഥി. കാശും വഴിപാടും ചെയ്താൽ ഇങ്ങോട്ട് സഹായം ചെയ്യുന്നവനാണ് ഈശ്വരൻ എന്നൊക്കെയാണ് അവർ ധരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വഴിപാടൊക്കെ അമ്പലത്തിൽ കൊടുക്കുക. ഇങ്ങനെ വഴിപാട് നേർച്ച നേർന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ മകൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഒരു കുപ്പി എണ്ണ ദേവന് കൊടുത്തേക്കാം എന്നൊക്കെ പലരും പറയാറുണ്ട്. അതേപോലെ പിന്നെ ഈ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുപ്പി നെയ്യ്, ഞാൻ അല്ലെങ്കിൽ ആ സാധനം കാണുന്നില്ല, അപ്പോൾ അത് കിട്ടിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇതാണ് അർത്ഥാർത്ഥി എന്ന് പറയുന്നത്. അടുത്തതാണ് 3ാമത്തെ കൂട്ടരാണ് ജിജ്ഞാസു. എന്താ ഈ ജിജ്ഞാസു? കല്ലിൽ നിന്നും ലോഹത്തിൽ നിന്നും പിച്ചളയിൽ നിന്നും ഒക്കെ എങ്ങനെയാണ് ദൈവം വരുന്നത് എന്ന സംശയമാണ് അവൻ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ അവൻ വേദങ്ങൾ എടുത്ത് വായിച്ചു നോക്കും. ഓക്കെ, അതുപോലെ അവൻ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങും. അവൻ അമ്പലത്തിലെ ദൈവത്തോടും അതേപോലെ പള്ളിയിലുള്ള ദൈവത്തോടും വിഗ്രഹ ആരാധനയോടൊന്നും അവന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്
ദൈവം എന്നവന് തോന്നും. അത് സംശയിച്ച് അവനത് കണ്ടുപിടിക്കും. ഓക്കെ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ദൈവം എന്ന് അവൻ പറയും. ആ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സ്നേഹമാണ് എന്ന് തിരിച്ചറിവ് അവനുണ്ടാവും. അവിടെ കൈക്കൂലിയില്ല. ദൈവത്തിന് സ്നേഹം മാത്രമേ വേണ്ടൂ. സ്നേഹമാണ് ഈശ്വരൻ എന്നവൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കാരണം ഒരു വിഗ്രഹം, അമ്പലത്തിലൊരു വിഗ്രഹം അതെടുത്ത് നിലത്ത് എറിഞ്ഞാൽ അതിൽ നിന്ന് ആരെങ്കിലും പുറത്ത് വന്നിട്ട് നമ്മളെ എന്തിനാണ് എറിഞ്ഞതെന്ന് ചോദിക്കാറില്ല, അതവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ദൈവം എന്നാണ് ജിജ്ഞാസുവിന് തോന്നുന്നത്. ജിജ്ഞാസു ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ്: ദൈവം സ്നേഹമാണല്ലോ, ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ, കൈക്കൂലിൻ്റെ ഒന്നും ആവശ്യം ദൈവത്തിനില്ല. സ്നേഹമാണ് ഈശ്വരൻ എന്നാണ് അവൻ വിശ്വസിക്കുക. ധർമ്മം പറഞ്ഞു കൊടുക്കുന്നതാണ് സനാതന ധർമ്മം. അറിയുന്നതായിരുന്നു അമ്പലം ഹിന്ദുക്കൾക്ക്. ഓക്കെ, അതായത് ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ധർമ്മം പണ്ട് കാലങ്ങളിലൊക്കെ അമ്പലം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ധർമ്മം പറഞ്ഞു കൊടുക്കാനാണ്. സനാതന ധർമ്മം അത് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്പലം ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തിരുന്നത്, ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ പൂജയും വഴിപാടൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഹിന്ദു പഠിക്കേണ്ടത് സനാതന ധർമ്മമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക എന്നതായിരുന്നു. സമചിത്തതയോടുകൂടി എല്ലാവരോടും ധർമ്മം ചെയ്യുന്ന ആളാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഹിന്ദു. ഓക്കെ, അപ്പോൾ ധർമ്മിഷ്ഠനാണ് ഏറ്റവും വലിയ ആൾ. അതാണ് അമ്പലം പണ്ട് മുതൽ ഉണ്ടാക്കിയ സമയത്ത് ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ധർമ്മം എന്താണെന്ന് ആളുകൾക്ക് കഥകളിലൂടെ ധർമ്മം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള സ്കൂളായിട്ടായിരുന്നു അമ്പലം പണ്ട് കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് കൗണ്ടറിട്ട് കാശ് വാങ്ങാൻ തുടങ്ങി. പിന്നെ ഈ അമ്പലമൊക്കെ ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും വരും, അപ്പോൾ അവർക്കൊരു കാശ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ വെടി വഴിപാട്, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പൂജയും ഇതൊക്കെ തുടങ്ങിയ സമയത്ത് വഴിപാട് നടത്താൻ വേണ്ടി ആളുകൾ അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നെ ആ വിഗ്രഹങ്ങൾ വെച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ കഥകളും ഒക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് വിഗ്രഹങ്ങൾക്ക് സ്ഥാനമുണ്ടല്ലോ, കഥകളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ആ പേരിൽ ഓരോ വിഗ്രഹങ്ങൾ, ദൈവങ്ങളുടെ പേര് വരാൻ തുടങ്ങി. അങ്ങനെ വിഗ്രഹം വെച്ച് തുടങ്ങി. പിന്നെ അങ്ങനെ വഴിപാട് അങ്ങനെ കണ്ടുപിടിച്ച്, അത് മരുന്ന് കണ്ടുപിടിച്ച സമയത്ത് എന്താണ് അത് പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ആനയെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. അങ്ങനെ അമ്പലം വളർന്നു. ഓക്കെ, ഇതിനകത്ത് ദൈവമില്ല എന്ന് ജിജ്ഞാസുവിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ജിജ്ഞാസു എന്ത് ചെയ്യും? അമ്പലങ്ങളിലും പള്ളിയിലൊന്നും പോവില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്, ദൈവത്തിൻ്റെ സ്നേഹം മതി, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, അതാണ് ദൈവം എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ജിജ്ഞാസുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത ജ്ഞാനി എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. അവർ ദൈവം സർവ്വവ്യാപിയാണ് എന്നാണ് അവർ പറയുന്നത്. ഈശ്വരൻ ജീവനാകുന്നു. ജ്ഞാനി ഒരിക്കലും അമ്പലത്തിൽ പോകില്ല. ഓക്കെ, ഞാൻ എന്താ പറയുക? ഈശ്വരൻ ജീവനാണ് എന്നാണ് പറയുക. അതേപോലെ ഇവർ അമ്പലത്തിൽ പോകില്ല, ഈ കൂട്ടർ അമ്പലത്തിൽ പോകില്ല. അപ്പോൾ ഒരുപാട് അതായത് പലർക്കും പല രീതിയിലാണ് ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നത്. ഓക്കെ.